ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ പ്രൊമോ വന്നിട്ടുണ്ട്. അതിൻ്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പത്മയെ കണ്ടെത്താനായിട്ട് അഞ്ജലിക്കും അർജുനും സാധിച്ചു. നമ്മൾ ഭയപ്പെട്ടതുപോലെ പ്രശ്നങ്ങളൊന്നും പത്മയില്ല, വളരെ ഹെൽത്തിയാണ്, ഒരു ഇഷ്യൂസും ഉണ്ടായില്ല. ഒരു എന്താ പറയുക, ദൂതനെ പോലെ നമ്മുടെ മദർ, സുപ്പീരിയർ മദർ അവിടെ എത്തുകയും നമ്മുടെ പത്നിയെ രക്ഷിക്കുകയൊക്കെ ചെയ്തു. എന്താണെങ്കിലും അവർ ഒരു ദൈവത്തിൻ്റെ പകരം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഒരാളെ പോലെയാണ് നമുക്ക് തോന്നിയത് കേട്ടോ. കാരണം പത്മ ജീവൻ പോകും എന്നൊരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് മദർ പറയുന്നത്. ആ ഒരു അവസ്ഥയിൽ നിന്നും നമ്മുടെ പത്മയെ തിരികെ ജീവിതത്തിലേക്ക് കൈ പിടിച്ചത് മദർ സുപ്പീരിയറാണ്. കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. പത്മേനെ പക്ഷേ ഇന്ന് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് നമ്മുടെ അഞ്ജലിക്കും അർജുനും പറ്റിയിട്ടില്ല. കാരണം അതിനുള്ളൊരു സാഹചര്യം ഇപ്പോൾ തൽക്കാലം ഇല്ല. അപ്പോൾ ഒരാഴ്ച കൂടി ആ മഠത്തിൽ നിൽക്കും നമ്മുടെ പത്മ കേട്ടോ. എന്താണെങ്കിലും പത്മ വളരെ സുരക്ഷിതമാണ് എന്ന് നമ്മൾ ഇന്ന് മനസ്സിലാക്കി. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി. ഇന്ന് പത്മ കണ്ടപ്പോൾ അർജുനോടും അഞ്ജലിയോടും നമ്മുടെ അമ്പാടിയുടെ കാര്യം തിരക്കി കേട്ടോ. അർജുനും അഞ്ജലിയും വരുന്നത് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു നമ്മുടെ പത്മ അവരെ കാണാനായിട്ടും. അതുപോലെ തന്നെ അമ്പാടിച്ചേട്ടന് എന്തെങ്കിലും പറ്റിയോ എന്ന് ഒരുപാട് ടെൻഷനോട് കൂടിയിട്ടാണ് കേട്ടോ ഇന്ന് പത്മ കാത്തിരുന്നത്. എന്താണെങ്കിലും നമ്മുടെ അമ്പാടിക്കൊന്നും പറ്റിയിട്ടില്ല, വളരെ സേഫാണ് എന്ന് അറിഞ്ഞപ്പോൾ നമ്മുടെ പത്മയ്ക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ. പിന്നെ വേറൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ അഞ്ജലി അർജുൻ വിവാഹം കഴിഞ്ഞപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റ് ആ ഒരു സമയത്ത് ഉണ്ടായിപ്പോയി. അതൊരു എന്താ പറയുക, ആ ഒരു സമയത്ത് രക്ഷപ്പെടാനായിട്ട് നമ്മുടെ അഞ്ജലിയുടെ അർജുൻ്റെ മുമ്പിൽ വേറെ വഴികളില്ലായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ആ ഒരു രീതിയിൽ നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ വലിയൊരു ഇമ്പോർട്ടൻസ് അതിനില്ല. പക്ഷേ അച്ഛൻ്റെ അമ്മയുടെ കണ്ണുകളിൽ നിന്ന് നോക്കുമ്പോൾ, അവരുടെ ഒരു രീതിയിൽ നിന്ന് നോക്കുമ്പോൾ അഞ്ജലി ചെയ്തത് വളരെ വലിയൊരു തെറ്റായി എന്ന രീതിയിലൊരു സന്ദേശം ശരിക്കും പറഞ്ഞാൽ ഉണ്ടാകാനായിട്ട് പോകുന്നത്. കാരണം താലിക്ക് അത്രയധികം വില നമ്മുടെ ശ്യാമളാമ്മ കൊടുക്കുന്നുണ്ട്. അതുപോലെ അച്ഛനും അഞ്ജലി ഒരിക്കലും ചതിക്കില്ല എന്നൊരു വിശ്വാസത്തോട് കൂടിയിട്ടാണ് ജീവിക്കുന്നത് കേട്ടോ. ഞാൻ ആ ഒരു സമയത്ത് വീഡിയോ ഇടുമ്പോഴും നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു സംഭവം ഇൻസിഡൻറ്റ് ഉണ്ടായി എന്നുള്ളൊരു കാര്യം ഓക്കെ, അതങ്ങനെ സംഭവിച്ചു പോയി, നമുക്ക് അത് ഇനി തിരുത്താനായിട്ട് പറ്റത്തില്ലല്ലോ. അർജുനും അഞ്ജലിയും ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും സമ്മതത്തോട് കൂടിയിട്ട് ഒരു അമ്പലത്തിൽ വെച്ച് താലി കെട്ടണം, എല്ലാവരുടെയും സമ്മതം വേണം. അങ്ങനെ ഒരു പ്രൗഢഗംഭീരമായ ചടങ്ങൊക്കെയാണ് നമ്മുടെ അർജുൻ്റെ മനസ്സിലുള്ളത്. പക്ഷേ ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ അനുകൂലമാകണമെന്നൊന്നുമില്ല. സംഭവിച്ചു പോയതിനെപ്പറ്റി ഓർത്ത് നമ്മൾ സങ്കടപ്പെട്ടിട്ടും കാര്യമൊന്നുമില്ല. പക്ഷേ ആ ഒരു സമയത്തും വീഡിയോസ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളോടെല്ലാം ഒരു കാര്യം പറഞ്ഞിരുന്നു, അഞ്ജലി ഇത് ചെയ്യുന്നത് വളരെ തെറ്റാണ്. കാരണം ഇന്നത്തെ എപ്പിസോഡ് നോക്കിക്കഴിഞ്ഞാൽ ആര്യ പറയുന്നൊരു കാര്യമുണ്ട്, അഥവാ അങ്ങനെ സംഭവിച്ചുവെങ്കിൽ അഞ്ജലി വേറെ ആളുടെ മുമ്പിൽ താലി കെട്ടാൻ വേണ്ടി കഴുത്ത് നീട്ടിയിട്ടുണ്ടെങ്കിൽ അവൾ എന്നോട് പറയാതിരിക്കില്ല. അപ്പോൾ എത്രത്തോളം ആര്യ നമ്മുടെ അഞ്ജലിയെ വിശ്വസിക്കുന്നുണ്ട് എന്നൊന്ന് ആലോചിച്ച് പോകും. ആ ഒരു വിശ്വാസത്തിനാണ് ശരിക്കും പറഞ്ഞാൽ, ആ ഒരു വിശ്വാസം ശരിക്കും അഞ്ജലി തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. എന്തൊക്കെ സംഭവിച്ചാലും നമ്മുടെ ആര്യയോട് പറയാൻ പറ്റാത്ത എന്ത് കാര്യമാണ് ഉള്ളത് എന്ന് ഞാൻ ആ ഒരു സമയത്ത് വീഡിയോസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു. അഞ്ജലി ചെയ്യുന്നത് വളരെ തെറ്റാണ്. അഞ്ജലി ഈ ഒരു സംഭവം ഇൻസിഡൻറ്റ് ആര്യയോട് തുറന്നു പറയണം. കാരണം ആര്യയോട് ഈ സംഭവം തുറന്നു പറയുകയാണെങ്കിൽ പിന്നീട് അഞ്ജലിക്ക് നേരെ പല വാക്കുകളും കുത്തുവാക്കുകളും വരുമ്പോൾ, കുറ്റപ്പെടുത്തലുകളൊക്കെ വരുമ്പോൾ നമ്മുടെ അഞ്ജലിയെ സംരക്ഷിക്കാനായിട്ട് ഉറപ്പായിട്ടും ആര്യ മുമ്പിലുണ്ടാവും. അപ്പോൾ ആര്യ അവരോട് എല്ലാവരോടും പറയുകയാണ്, എനിക്ക് ഈ കാര്യം നേരത്തെ അറിയായിരുന്നു. അങ്ങനെ പറയുമ്പോൾ തന്നെ ആ ഒരു സംഭവം പകുതി അവിടെ തണുക്കുകയാണ്. കാരണം അച്ഛനും അമ്മയും ആദ്യത്തെ ഒരു സംഭവം കേൾക്കുമ്പോൾ ഒരു അഞ്ജലി സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത രീതിയിലാണ് കാര്യങ്ങൾ അവരെടുക്കുക. അപ്പോൾ ആര്യയോട് ഇത് നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. കാരണം ആര്യയ്ക്ക് ഇത് നേരത്തെ അറിയായിരുന്നു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ആര്യയ്ക്ക് നമ്മുടെ അഞ്ജലിയെ സംരക്ഷിക്കാനായിട്ട് പറ്റുമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ കാര്യങ്ങൾ കൈവിട്ട് പോയൊരവസ്ഥയാണുള്ളത്. ഈ ഒരു സംഭവം അറിയുമ്പോഴത്തേനും അഞ്ജലിയുടെ കഴുത്തിൽ താലി കിടക്കുന്നത് കാണുമ്പോൾ ആര്യയ്ക്കും ഒന്നും പറയാനില്ല, ആര്യയ്ക്കൊന്നും ചെയ്യാനുമില്ല. ഇങ്ങനൊരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം നമ്മൾ കഴിഞ്ഞ വീക്കെൻഡിൽ ഈ സംഭവം ബന്ധപ്പെട്ട പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതുമാണ് കേട്ടോ. എന്താണെങ്കിലും കുറച്ച് കാര്യങ്ങൾ കൈവിട്ട് പോയി എന്ന് നമുക്കറിയാം. ഒരു സൈഡിൽ പത്മയെ കണ്ടെത്തി എന്ന വലിയൊരു സന്തോഷത്തിൽ ജീവനോടെ ഉണ്ട് എന്നൊരു വലിയൊരു സന്തോഷം നമ്മുടെ അഞ്ജലി അർജുനെ തേടിയെത്തുമ്പോൾ അതിലും ഒരുപാട് ഇരട്ടി വിഷമവും ദുരന്തങ്ങളും നമ്മുടെ അഞ്ജലിയെ കാത്തിരിക്കുകയാണ് കേട്ടോ. എന്താണെങ്കിലും വളരെ സങ്കടമുള്ളൊരു കാര്യമാണ്. എന്താണെങ്കിലും വിധിയെ തടുക്കാനായിട്ട് പറ്റത്തില്ലല്ലോ, എല്ലാം സോൾവ് ആകുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ഇന്നത്തെ പ്രൊമോ കണ്ടപ്പോൾ ചില വാക്കുകൾ നമ്മൾ കൊടുക്കരുത്.
അത് പാലിക്കാനായിട്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആ ഒരു നിമിഷത്തിൽ അവരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ചില വാക്കുകളായിരിക്കും. പക്ഷെ അത് ആ ഒരു വാക്ക് പാലിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ആ ഒരു വാക്ക് കൊടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാനീ പറയുന്നത് അർജുനെ പറ്റിയാണ്. അർജുൻ അഞ്ജലിയോടൊരു വാക്ക് കൊടുത്തിരുന്നു. അതായത് പത്മയെ കണ്ടെത്തുമ്പോൾ അതിന് അടുത്ത ദിവസം തന്നെ എൻ്റെ വീട്ടുകാരായിട്ട് വരും, അഞ്ജലിയെ പെണ്ണ് കാണാൻ വരും, ഞാൻ പെണ്ണ് ചോദിക്കും, ഇങ്ങനെയൊക്കെ അർജുൻ അഞ്ജലിയോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, എന്തിനാണ് അർജുൻ ഇങ്ങനൊരു വാക്ക് കൊടുക്കുന്നത്? അതൊരിക്കലും നടക്കാനായിട്ട് പോകുന്ന ഒരു സംഭവമല്ല. രാഘവനെയും അർജുൻ്റെ അമ്മേനെയൊക്കെ വിളിച്ചിട്ട് അഞ്ജലിയുടെ വീട്ടിൽ പെണ്ണ് ചോദിക്കാൻ വരാൻ പറ്റുമോ? ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ് അർജുൻ പറയുന്നത്. എന്തിനാണ് അങ്ങനെ ഒരു വാക്ക് കൊടുക്കുന്നത്? ഒരാൾക്ക് എന്തിനാണ് അങ്ങനെ പ്രതീക്ഷ കൊടുക്കുന്നത്? വളരെ തെറ്റായ ഒരു രീതിയാണ് അർജുൻ ചെയ്തത് എന്ന് ഞാൻ അന്നും വീഡിയോ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും നമ്മൾക്ക് ഇന്ന് വന്ന പ്രൊമോയുടെ കാര്യങ്ങളിലേക്ക് പോകാം. ഇന്ന് വന്ന പ്രൊമോയിൽ ആദ്യം കാണുന്ന സീന എന്ന് പറയുന്നത് തരകൻ രാഘവനെ വിളിച്ച് പറയുന്നതാണ് പത്മ ജീവനോടെ ഉണ്ട് എന്ന്. ഇത് കേൾക്കുമ്പോൾ പതിവ് പോലെ വാട്ട് എന്ന ഒരു ഡയലോഗ് രാഘവൻ വിടുന്നുണ്ട്. അപ്പോൾ പത്മ ജീവനോടെ ഉണ്ട് എന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോൾ രാഘവനും കുറുപ്പിനും ഇനി അടങ്ങിയിരിക്കാനായിട്ട് പറ്റത്തില്ല. ഇനി ഉറക്കമില്ലാത്ത രാത്രികളാണ് രാഘവനെയും കുറുപ്പിനെയും കാർത്തിക്കിനെയും കാവ്യനെയൊക്കെ കാത്തിരിക്കുന്നത് കേട്ടോ. എന്താണെങ്കിലും വളരെ സന്തോഷമുള്ളൊരു കാര്യം. നമ്മുടെ അഞ്ജലി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ സ്ട്രഗിൾ കുറുപ്പിനും രാഘവനൊക്കെ വേണ്ടതല്ലേ. എന്താണെങ്കിലും പത്മ ജീവനോടെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അടുത്ത നീക്കം എന്ന് പറയുന്നത് പത്മയെ വീണ്ടും കണ്ടെത്തുക, എങ്ങനെയെങ്കിലും ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്ന് മഠത്തിൽ വെച്ച് ഇന്ന് ഞങ്ങൾ പത്മയെ കൊണ്ടുപോകുന്നില്ല എന്ന് അർജുനും അഞ്ജലിയും പറഞ്ഞത്. ഒരു പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യമാണ് പത്മയ്ക്ക്. ആ ഒരു സംഭവം റെഡിയായി കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് പത്മയെ വിളിച്ചുകൊണ്ട് പൊക്കോളാം എന്ന് നമ്മുടെ പത്മയോട് പറയുന്നുമുണ്ട് നമ്മുടെ അഞ്ജലി കുട്ടി കേട്ടോ. എന്താണെങ്കിലും പത്മ ജീവനോടെ ഉണ്ട് എന്നറിഞ്ഞത് വളരെ ഷോക്കിംഗ് ആയിട്ടൊരു ന്യൂസാണ് ദുഷ്ടന്മാർക്കെല്ലാം കേട്ടോ. രണ്ടാമത് പ്രൊമോയിൽ കാട്ടിയ സീനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എന്തിനാണ് അർജുൻ ഈ വാക്കുകൾ കൊടുക്കുന്നത്? അഞ്ജലി പത്മയെ കണ്ടെത്തിയ സന്തോഷം അർജുനായിട്ട് പങ്കിട്ട് ഒരു സ്ഥലത്ത് നിന്ന് സംസാരിക്കുന്നു. അപ്പോൾ അർജുനോട് അഞ്ജലി പറയുന്നുണ്ട്, അതെ രാജീവ് ഒരു വാക്ക് പറഞ്ഞിരുന്നു, പത്മയെ കണ്ടെത്തുമ്പോൾ അതിനടുത്ത ദിവസം തന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ പെണ്ണ് കാണാനായിട്ട് അച്ഛനെയൊക്കെ കൂട്ടി വരാം, പേരൻസിനെയൊക്കെ കൂട്ടിയിട്ട് വരാമെന്ന്. ഇത് കേൾക്കുമ്പോഴത്തേനും ആകെ തകർന്നു പോവുകയാണ് അർജുൻ. എന്ത് പറയണമെന്ന് അറിയത്തില്ല. അഞ്ജലി ഞാൻ വേണ്ട രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തു കൊള്ളാം, അഞ്ജലി എന്തായാലും പൊക്കോ, ഞാൻ കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അഞ്ജലി പോകുന്നൊരു സീനാണ്. അഞ്ജലി പോകുന്ന കാണുമ്പോൾ അർജുൻ ആകെ വിറച്ച് നിൽക്കുകയാണ്, എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്, പറ്റില്ലെങ്കിൽ പറ്റാത്ത പണിക്ക് പോകരുത്, അങ്ങനെ ഒരു വാക്ക് കൊടുക്കരുത്, ഒരാൾക്കും പ്രതീക്ഷ കൊടുക്കരുത്. പക്ഷേ അർജുൻ ഈ ഒരു കാര്യത്തിൽ വലിയൊരു തെറ്റാണ് പറ്റിപ്പോയത് കേട്ടോ. പലപ്പോഴും എല്ലാ കാര്യങ്ങളും ശരിയായ രീതിയിൽ ചെയ്തിട്ട്, പക്ഷേ അർജുൻ ഈ ഒരു കാര്യത്തിൽ വളരെ തെറ്റായൊരു രീതിയാണ് ചെയ്തത്. കാരണം അർജുന് തന്നെ അറിയാം ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ് അർജുന് അച്ഛനെ അമ്മേനെയൊക്കെ വിളിച്ചിട്ട് നമ്മുടെ അഞ്ജലിയുടെ വീട്ടിൽ പെണ്ണ് കാണാനായിട്ട് ചെല്ലുക എന്നുള്ളത്. എന്താണെങ്കിലും ഇങ്ങനെയാണ് ഈ രണ്ട് സീനുകളാണ് ഇന്നത്തെ പ്രൊമോയിൽ ഉണ്ടായിരുന്നത്. നാളത്തെ എപ്പിസോഡിന് റിവ്യൂസൊക്കെ ആയിട്ട് വരാം കേട്ടോ. 2 ദിവസമായിട്ട് ഞാൻ വീഡിയോസൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ടേക്ക് കെയർ, ബൈ ബൈ.